എന്താണ് കണ്ണടയ്ക്കും തോറും ഈ രാജ്യത്തിൻ്റെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്നു? എന്താണ് വിചാരിച്ചേ? മൗനി സർക്കാരാണെന്നാ? നട്ടിലില്ലാത്ത മൗനി സർക്കാരാണെന്ന് വിചാരിച്ചാ? സമാധാനപരമായി നടക്കുന്ന കൊണ്ട് മാത്രമാണ് വെറുതെ എടാ ചാണകസംഖി, ചാണകമേ, തലക്കകത്ത് ചാണകം കുത്തി നിറച്ച ചാണകസംഖി, നീ ഇപ്പൊ പറഞ്ഞ കുറച്ച് തെറിയുണ്ട്, ഞാനത് കട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. നിനക്ക് അതേ ഭാഷയിൽ മറുപടി തന്നാൽ ഞാൻ ചിലപ്പോൾ അകത്താവും. കാരണം മാനസിക രോഗം എന്ന പരിഗണന എനിക്കില്ല, അത് നിനക്കുണ്ട്. നിന്നെ പിടിച്ചാൽ ചിലപ്പോൾ നീ മാനസിക രോഗി എന്ന് പറഞ്ഞിട്ട് നിന്നെ അകത്താക്കൂല, ഒരുപക്ഷെ എനിക്കത് ബുദ്ധിമുട്ടാക്കും. കാരണം ഞങ്ങളെ കൂട്ടത്തിൽ മാനസിക രോഗികൾ ഇല്ലടോ. മാനസിക രോഗികൾ മുഴുവൻ നിന്റെ ചാണക സംഖ്യകളുടെ കൂട്ടത്തിലാ. പിന്നെ നിന്റെ ഡയലോഗ് ട്രംപ് പോട്ടെ, ആരാ ട്രംപ്? ട്രംപാണോ നിനക്ക് വലുത്? ഈ രാജ്യത്തെ ജനങ്ങളാണോ നിനക്ക് വലുത്? എടാ പണ്ടേ നിനക്കൊക്കെ ഷൂ നക്കിയ പാരമ്പര്യമുള്ളൂ ചാണകമേ, ഷൂ നക്കിയ പാരമ്പര്യമുള്ളൂ. അന്നും ബ്രിട്ടീഷുകാരന്റെ ആസനം താങ്ങിക്കൊടുത്തു, ഇന്നും ബ്രിട്ടീഷുകാരന്റെ ആസനം താങ്ങിക്കൊടുത്തിട്ട് രാജ്യത്തെ ജനങ്ങളെ കൊള്ള ചെയ്യുക, രാജ്യത്തെ ജനങ്ങളെ അടിച്ചു കൊല്ലുക, സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു കൊള്ളുക, മറ്റു മതസ്ഥരുടെ ആരാധനകളെ പള്ളി മിനാരങ്ങളുടെ മുകളിൽ കയറിയിട്ട് നിങ്ങളുടെ കാവിക്കോണകം കെട്ടുക. ഇതല്ലേ നിങ്ങളുടെ പരിപാടി? നീ തന്നെ പറഞ്ഞു ഡൽഹിയിൽ പിന്നെ പ്രതിഷേധക്കാരെ സമാധാനപരമായിട്ടാണ് പ്രതിഷേധം നടത്തുന്നേ, അതുകൊണ്ടാണ് മിണ്ടാതിരുന്നേ. അവരെപ്പോഴും പ്രതിഷേധം സമാധാനം നശിപ്പിച്ചത്, ക്രമസമാധാനം അവർ നശിപ്പിച്ചില്ല. എത്ര ദിവസം ഡൽഹിയിൽ പ്രതിഷേധം നടന്നു? എത്ര ദിവസം അവിടെ പ്രതിഷേധം നടന്നു? ഒരു വ്യക്തി ആക്രമിക്കപ്പെട്ടോ? ഒരു വ്യക്തി കൊല്ലപ്പെട്ടോ? ഏതെങ്കിലും മറ്റു മതസ്ഥരുടെ ആരാധനാലയങ്ങൾ, മറ്റു മതസ്ഥരുടെ ക്ഷേത്രങ്ങൾ, അമ്പലങ്ങൾ ആക്രമിക്കപ്പെട്ടോ? ഇല്ല. ഇന്നലെ രാത്രി മുതൽ നിങ്ങൾ ഇറങ്ങി, സംഘപരിവാരം ഇറങ്ങി, തുടങ്ങിയില്ല അക്രമം. എത്ര പേര് കൊല്ലപ്പെട്ടോ? 10-35 പേര് മരണപ്പെട്ടെന്ന് അറിഞ്ഞത്. ഈ രാജ്യത്തിന്റെ ശത്രുക്കൾ ചാണകമേ നിന്നെപ്പോലുള്ള തീവ്രവാദികളാണ്, വർഗീയവാദികളാണ്. ചിലക്കാൻ നിൽക്കേണ്ട കൂടുതൽ കേട്ടാ. കുറച്ച് 5, 8, 10 കൊല്ലം ഭരണം കിട്ടിയെന്ന് കരുതിയിട്ട് ഈ രാജ്യം നിന്റെയൊക്കെ തന്തക്ക് സ്ത്രീധനം കിട്ടുന്നതെന്ന് നീ മനസ്സിലാക്കണ്ട. നിന്റെയൊക്കെ ഈ ഊച്ചാളത്തരം കണ്ടിട്ട് പേടിച്ച് പോകുന്നല്ലോ ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികള്. നിന്നെപ്പോലെയുള്ള തലക്ക് സുഖമില്ലാത്ത ഊളകൾ വന്നിട്ട് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ എന്തോ സംഭവം എന്ന് കരുതിട്ട് പേടിച്ച് അങ്ങ് പൊടി തട്ടി പോവില്ല. ജനിച്ചത് ഈ രാജ്യത്താണെങ്കിൽ കോപ്പേ ഇവിടെ തന്നെ മരിക്കും, ജീവിക്കുന്നതിനൊക്കെ അന്തസ്സായി ജീവിക്കും കേട്ടോ. ചിലക്കാൻ നിൽക്കേണ്ട കൂടുതൽ. കള്ളും കുടിച്ച് സമനില തെറ്റിയിട്ട് കണ്ട വായത്തോന്നത് വിളിച്ചു പറഞ്ഞാൽ നീ എന്താ മനസ്സിലാക്കിയത്? ഈ രാജ്യം നിന്റെ തന്തക്ക് സ്ത്രീധനം കിട്ടിയതെന്നോ? അല്ലടാ, നിന്റെ എന്ന തന്തമാർക്ക് സ്ത്രീധനം കിട്ടിയതല്ലേ ഈ രാജ്യം? മനസ്സിലായില്ലേ? ഈ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഈ രാജ്യത്തെ ജനങ്ങൾ പോരാടിയപ്പോൾ, ഈ രാജ്യത്ത് ബ്രിട്ടീഷുകാര് വെള്ളക്കാർ വന്നിട്ട് ഇവിടുത്തെ ജനങ്ങളെ കൊന്നൊടുക്കിയിട്ട് ഭരണം പിടിച്ചെടുത്തിട്ട് ഈ രാജ്യം ഭരിച്ചപ്പോ അവർക്കെതിരെ നെഞ്ചു വിരിച്ചുകൊണ്ട്, മനസ്സിലായില്ലേ, അരപ്പട്ട മുറുക്കി കെട്ടിയിട്ട് നെഞ്ചു വിരിച്ചുകൊണ്ട് വെടിയുണ്ട് ഏറ്റുവാങ്ങിയിട്ട് പോരാടിയിട്ട് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്ത മുൻഗാമികളുടെ പാരമ്പര്യം വിളിച്ചു പറയാൻ കഴിയുന്ന ഒരു പിൻഗാമികളാണ് ഞങ്ങള്. അന്ന് നീയും നിന്റെ ആളുകളും ബ്രിട്ടീഷുകാരന്റെ ഷൂസ് നക്കിക്കൊടുത്ത് പാരമ്പര്യമില്ലേ, അതേ ഉണ്ടായിട്ടില്ലോ. ഇന്ന് 8 കൊല്ലം 6 കൊല്ലം 7 കൊല്ലം ഭരിക്കുമ്പോഴേക്ക് നിന്റെ തന്തമാർക്ക് കിട്ടിയ സ്ത്രീധനത്തിന്റെ ബാക്കിയാണ് ഇന്ത്യ എന്ന് നിനക്ക് വിചാരമുണ്ടെങ്കിൽ അതങ്ങ് പൊന്നാര മോനെ മനസ്സിൽ വെച്ചാൽ മതി കേട്ടാ. ചിലക്കാന്ന്